മുറ്റത്തെ പ്രതിഷേധങ്ങൾ മണ്ണിട്ട് മൂടുന്നവരും അയലത്തെ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്നവരും എവിടെ? ഡൽഹി സമരം വിജയിപ്പിച്ചവരും ആഘോഷിച്ചവരും സോഷ്യൽ മീഡിയയിൽ പിന്തുണച്ചവരും LPST റാങ്ക് ഹോൾഡേഴ്സ് കഴിഞ്ഞ 26 ദിവസമായിട്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തുന്ന നിരാഹാര സമരം, മണ്ണുവാരി തിന്നും മുട്ടിലിഴഞ്ഞും കൈക്കുഞ്ഞുങ്ങളുമായിട്ട് അവർ നടത്തുന്ന സമരം കാണാതെ പോകരുത്. നിയമനത്തിന് വേണ്ടിയിട്ടാണ് അവർ തെരുവിലിറങ്ങിയിരിക്കുന്നത്. അവരെ നമ്മൾ പരിഗണിക്കേണ്ടേ? 14,000-ലധികം പേരുടെ റാങ്ക് പട്ടികയിൽ ഇതുവരെ നിയമനം ലഭിച്ചത് ചുരുക്കം ചിലർക്ക് മാത്രം. 1ാം റാങ്ക് ലഭിച്ചവർ പോലും നിയമനത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്യേണ്ട അവസ്ഥ, അതും നമ്മുടെ കേരളത്തിൽ. ഇവിടുത്തെ ഭരണ പ്രതിപക്ഷ അധികാരികളുടെ വീഴ്ചയല്ലേ ഇതൊക്കെ? PSC പരീക്ഷ നീറ്റ് പരീക്ഷ പോലെ എല്ലാ വർഷവും നടത്തപ്പെടുന്ന പരീക്ഷയല്ല. ഗവൺമെന്റ് വകുപ്പുകളിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴാണ് PSC തസ്തികയിലേക്ക് വിജ്ഞാപനം പുറത്തിറങ്ങുന്നത്. 2-3 വർഷത്തിനുള്ളിലാണ് പരീക്ഷകൾ നടത്തപ്പെടുന്നത്. ഈ വർഷം അവസാനത്തോടെ പുതിയ നിയമന പരീക്ഷ ഉണ്ടായിരിക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ സമരം ചെയ്യുന്ന ഇവരുടെ റാങ്ക് പട്ടിക അസാധുവാവുകയും യാതൊരു നിയമനം ലഭിക്കാതെ ഇവർ പുറത്താവുകയും ചെയ്യുകയാണ്. ഇവരുടെ റാങ്ക് പട്ടിക പുറത്തു വന്നിട്ട് ഏകദേശം 15 മാസത്തിൽ അധികമായി. എന്നിട്ടും ഇവരെ പരിഗണിക്കാനോ ഇവരെ കേൾക്കാനോ നമ്മുടെ അധികാരികൾക്ക് സാധിച്ചിട്ടില്ല. അത് ആരുടെ വീഴ്ചയാണ്? ഇവരെ അവഗണിക്കുന്ന അധികാരികളോട് ഇവർ ആരെയും ആക്രമിച്ചിട്ടില്ല, പുതുമുതലുകൾ നശിപ്പിച്ചിട്ടില്ല. ഇവർ സമരം ചെയ്യുന്നത് തങ്ങൾ കണ്ട സ്വപ്നങ്ങൾ കീഴടക്കാൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ടാണ് അവർ തെരുവിൽ കിടക്കുന്നത്. അവരെയും നാം പരിഗണിക്കണം. അവർ കിടക്കുന്ന തെരുവിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യേണ്ട. അവർ കിടക്കുന്നത് നമ്മുടെ ഭരണസിരാ കേന്ദ്രത്തിൻ്റെ മുറ്റത്താണ്. അവരെയും ചേർത്ത് പിടിക്കണം, അവരെയും പരിഗണിക്കണം.